ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSLC ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് SSLC ഇംഗ്ലീഷിനെ കൃത്യമായ രീതിയിൽ ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയാം. നമ്മുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ ടൈം മാനേജ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ A+ നഷ്ടപ്പെടുത്താനോ ഫുൾ മാർക്ക് നഷ്ടപ്പെടുത്താനോ ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ ഓരോ ക്വസ്റ്റ്യനും ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഉത്തരം എഴുതണം. അപ്പോൾ ഉത്തരം അങ്ങനെ എഴുതാൻ സാധിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മാർക്കായിരിക്കും. 2.5 മണിക്കൂറായിരിക്കും എക്സാം. ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം കണ്ടെത്തി വെക്കുക. പിന്നീട് അത് നമ്മൾ നോക്കിയിരിക്കേണ്ട അവസ്ഥ വരുത്തരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ 3 ആക്ടിവിറ്റീസിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ കണ്ടെത്തി പോവുക. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണ്. വലിയ പാറ്റേൺ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ക്രിസ്മസ് എക്സാമിനൊക്കെ കിട്ടുന്ന പോലെയുള്ള പേപ്പർ തന്നെ ആയിരിക്കും. മോഡലിനും ആനുവൽ എക്സാമിനും ഉണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും, വലിയ മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ഒരു എക്സെപ്റ്റ് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ലെസണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് 4-5 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. 5 ചോദ്യങ്ങൾ. ആ 5 ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇത് വായിച്ചുകൊണ്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കടമ്പ. അടുത്താണ് ഒരു പോം തരും. ആ പോമിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊരു 4 ക്വസ്റ്റ്യൻ സംതിങ് ആയിരിക്കും, 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതും വൺ വേർഡ് തന്നെ ആയിരിക്കും. മാക്സിമം പോയാൽ ചിലപ്പോൾ ഈ 2 മാർക്കിനൊക്കെ ചോദിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വരികളിൽ നിന്നുള്ള ഏതെങ്കിലും 2 വരി എടുത്തിട്ട് ഈ വരികളിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പറയും. പിന്നെ പോയറ്റിക് ഡിവൈസസ് കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. പിന്നെ മെറ്റഫർ ഈ ഒരു മെറ്റഫർ, ഏതെങ്കിലും ഒരു മെറ്റഫർ തന്നിട്ട് ഇതിൽ എന്താണ് സൂചിപ്പിക്കുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ആ ഒരു പോമിന്റെ ലൈൻസ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അപ്രീസിയേഷൻ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺനോൺ പാസേജ് തന്നിട്ട് ആ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും അടുത്തൊരു ഭാഗത്ത് വരിക. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അധിക സമയം അവിടെ ഒന്നും ചെലവഴിക്കാൻ പാടില്ല. ഈ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തിയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറായിട്ട് അത് 7 മാർക്കിൻ്റെ സെക്ഷൻ ആയിരിക്കും. 7 മാർക്കിൻ്റെ സെക്ഷനിൽ നമുക്ക് നരേഷൻ, റൈറ്റപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് വരിക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ സെക്ഷൻ ആയിരിക്കും. 3 ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞില്ല, 7 മാർക്കിൻ്റെ സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 1 ആൻസർ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ സംതിങ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് നമ്മൾ 5 മാർക്കിന് ഉത്തരം എഴുതേണ്ടത്. അവിടെ ആയിരിക്കും നമ്മുടെ ഡയറി എൻട്രി, ലെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത. അതുപോലെ തന്നെ അടുത്തതാണ് 6 മാർക്കിൻ്റെ സെക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സെക്ഷൻ. അവിടെയാണ് ക്യാരക്ടർ സ്കെച്ച്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ന്യൂസ് റിപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. ന്യൂസ് റിപ്പോർട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ് നമ്മുടെ ആ ഒരു സ്നേക്കിൻ്റെ ഒക്കെ ഉള്ള പാഠമില്ല, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 2ാമത്തെ ഒരു പാഠം. ആ ഒരു പാഠത്തിൽ നിന്നുള്ള ന്യൂസ് റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയുള്ളൊരു ന്യൂസ് റിപ്പോർട്ടൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നോക്കിയിട്ട് പോവുക. അടുത്തതായിരിക്കും വീണ്ടും നമുക്കൊരു 5 മാർക്കിൻ്റെ ഏരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു 5 മാർക്കിൻ്റെ സെക്ഷനിൽ അൺനോൺ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് വരും. ആ ഡീറ്റെയിൽസിൽ നിന്ന് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തും. ഒരു 5 ക്വസ്റ്റ്യൻ സംതിങ് ആണ് ഉണ്ടായിരിക്കുക. അവിടെ ഒരു 5 മാർക്ക്. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അതിനൊക്കെ ഉള്ള ഉത്തരം നമ്മൾ 15 മിനിറ്റിനുള്ളിൽ കണ്ടെത്തി വെച്ചിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഗ്രാമർ സെക്ഷൻ തുടങ്ങുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടായിരിക്കും, എഡിറ്റിംഗ് ഉണ്ടായിരിക്കും, കോൺവെർസേഷൻ കംപ്ലീഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് സെൻറ്റൻസിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഭാഗത്തുണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ ടാക്കിൾ ചെയ്തിരിക്കണം. ഗ്രാമറിനെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണരുത്. കാരണം നമ്മളുടെ നിങ്ങൾക്ക് ഡിസ്കോഴ്സസിൽ ഫുൾ മാർക്ക് കിട്ടിയാൽ പോലും A+ ഡിസൈഡ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് ഗ്രാമറിൽ കുറേ മാർക്ക് പോയി കഴിഞ്ഞാൽ അത് A+ നഷ്ടമാക്കാനും വരെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായ രീതിയിൽ ഗ്രാമറൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിനുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കുറേ നമുക്ക് കാണാൻ സാധിച്ചതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ട് എഴുതാമെന്നുള്ള കാര്യങ്ങൾ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോക്കാം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്തി വെക്കണം. എന്നിട്ട് ആദ്യം തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾ ആൻസർ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് അപ്രീസിയേഷൻ ഒരു 10 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 15 മിനിറ്റോളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാക്സിമം പോയത് 20 മിനിറ്റ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ഈ വൺ വേർഡിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇപ്പോൾ ഒരു 35-40 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ടായിരിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിനുള്ളിൽ തീർക്കാൻ ശ്രമിക്കുക. 20 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നമുക്കത് 1 മണിക്കൂർ അപ്പം തന്നെ ചിലവഴി തീരും. മാക്സിമം ഒരു മണിക്കൂർ ഇപ്പം തന്നെ തീർന്നു. ഇനി ബാക്കി ഉണ്ടായിരിക്കും ഒരു 1.5 മണിക്കൂറാണ്. ആ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 6 മാർക്കിന് 3 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരിക. 6 മാർക്കിന് നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നീട് നോക്കുന്ന സമയത്ത് ബാക്കി ഉണ്ടായിരിക്കുക ഗ്രാമർ സെക്ഷൻ ആയിരിക്കും. ഗ്രാമർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ അത്യാവശ്യം ധാരാളം തന്നെയാണ് ബാക്കി നിൽക്കുന്ന അരമണിക്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊക്കെ ടൈം മാനേജ് ചെയ്ത് എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് റഷായിട്ട് നമുക്ക് എഴുതേണ്ടി വരില്ല. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മൾ ടൈം മാനേജ് ചെയ്ത് എഴുതണമെങ്കിൽ കൃത്യമായ രീതിയിൽ എല്ലാ പാഠങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്ന ഒരു ബുക്കാണ്. ഈ ബുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷിന് ഞാൻ ഈ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ് ലേബർ ഇന്ത്യയുടെ ഈ ഓൾ ഇൻ ഓൾ ബുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നോക്കാം. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫുള്ളായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു പുസ്തകം ഉണ്ടായിരിക്കുക. ഈ രീതിയിലായിരിക്കും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും. അതും ബോർഡ് എക്സാം, മോഡൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാകും. എങ്ങനെയാണോ ഓരോ ക്വസ്റ്റ്യനും പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൃത്യമായ രീതിയിൽ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ടുള്ള ഓരോ ഡിസ്കോഴ്സസ് വായിക്കുക. അതിനുശേഷം നമ്മളത് നമ്മുടെ ഭാഷയിൽ തന്നെ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നന്നായിട്ട് വായിക്കുക. നമുക്ക് കിട്ടുന്ന അത്രയും റിസോഴ്സസ്, നമുക്ക് എത്രത്തോളം റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ പോയിന്റ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേഷൻ വരുമ്പോൾ, റൈറ്റപ്പ് വരുമ്പോൾ, ക്യാരക്ടർ സ്കെച്ചൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ അടുത്തൊന്നാണ് അപ്രീസിയേഷൻ. അപ്രീസിയേഷൻ നോക്കുന്ന നേരത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പോയറ്റിക് ഡിവൈസസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് എല്ലാ പോയറ്റിക് ഡിവൈസസും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ചോദിക്കാറുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അവിടെ നിന്നായിരിക്കും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് ഒരു പോമിൻ്റെ ലൈന് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ എല്ലാ പോമും മനസ്സിലാക്കി വെച്ചിരിക്കണം. കാണാതെ പഠിക്കണേക്കാളും നല്ലത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണമാണ് എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മുടെ ലാംഗ്വേജ് സ്കില്ലാണ് നമ്മൾ ഇതിലൂടെ കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കണേക്കാളും നല്ലത് നമ്മൾ നല്ല രീതിയിൽ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ രീതിയിൽ തന്നെ വായിച്ച് പഠിക്കുക. നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുക. പ്രിസിയേഷൻ എഴുതാനൊക്കെ അതൊക്കെ ധാരാളം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക് അതിൻ്റെ ഓരോ എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക് എഴുതാൻ പറ്റും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യം. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൽ കഥയെ വലിയ രീതിയിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കഥയെ പരാമർശിക്കുന്നതിലുപരി നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, ക്യാരക്ടറിനെ കുറിച്ചിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ക്യാരക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ നമ്മൾ ഏതാണ് ആരുടെ കഥയിലെ ക്യാരക്ടറാണ് അത് പറയുക. അതിനുശേഷം ആ ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്, മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ മെയിൻ ക്യാരക്ടർ ആണെന്ന് പറയുക, സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ കഥയൊന്നും അധികം വിശദീകരിക്കേണ്ട. ജസ്റ്റ് ആ പ്ലോട്ട് എന്താണെന്ന് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ വലിയ രീതിയിൽ കഥയെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ സ്കെച്ചിന് നല്ല രീതിയിൽ തന്നെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.